ഹർഷ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ മീനുകൾ പിടിയിലാകുന്നതിന്റെ വക്കിലാണ് ഇപ്പോൾ. അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പല സഖാക്കളും പിടിയിലാകുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുന്നുണ്ട്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ആരായിരിക്കും, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ അകത്തു പോകുമോ? കടകംപള്ളിയാണോ ഈ ഒരു ദൈവതുല്യൻ എന്ന്, അതായത് പത്മകുമാറിന്റെ മൊഴിയിൽ നിന്നും കിട്ടിയ ഒരു വാക്കായിരുന്നു ദൈവതുല്യൻ എന്നുള്ളത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, എല്ലാം അയ്യപ്പൻ നോക്കിക്കോളും, അതുപോലെ തന്നെ ദൈവതുല്യൻ എന്ന് പറഞ്ഞൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ അതിന് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും വീണ്ടും തുടരെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ ദൈവതുല്യൻ എന്ന് ഉദ്ദേശിച്ചത് കടകംപള്ളിയാണോ എന്നുള്ളത്. പക്ഷെ അപ്പോൾ അദ്ദേഹം അല്ല എന്നിവിടെയും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്തതോടുകൂടി, അല്ലെങ്കിൽ വി എൻ പ്രശാന്തിനെ ചോദ്യം ചെയ്തതോടുകൂടി, പത്മകുമാറിന് ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റിലായതോടുകൂടി ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് CPM സർക്കാർ തന്നെയാണ്. വീടുകൾ കയറി പ്രചാരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ തദ്ദേശത്തിൽ തിരിച്ചടി ഏറ്റതുകൊണ്ട് തന്നെ നിയമസഭയിൽ അത്രത്തോളം കാര്യക്ഷമമായി മുന്നോട്ട് പോകണം എന്നുള്ള പദ്ധതികളുമായി പോകുമ്പോഴായിരുന്നു ഈ ഒരു തിരിച്ചടി CPM-ന് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ഒരു വീടുകളിൽ കയറി ചെല്ലുന്ന സാഹചര്യങ്ങളിൽ അവർക്കുണ്ടാകാൻ പോകുന്ന ചോദ്യങ്ങൾ, അതായത് ഹിന്ദുമത വിശ്വാസികളുടെ വീടുകളിൽ മാത്രമല്ല, ഒരു മുസ്ലിം വീട്ടിലായിക്കോട്ടെ, ഒരു ക്രിസ്ത്യൻ വീടുകളിലായിക്കോട്ടെ, കയറി ചെല്ലുമ്പോൾ അവർ ചോദിക്കാൻ പോകുന്ന ചോദ്യം, എന്തിനായിരുന്നു ഈ ഒരു കാര്യം വിശ്വാസികളോട് ചെയ്തത്, അല്ലെങ്കിൽ അത്രത്തോളം പുണ്യമായ ഒരു ഭൂമി, അല്ലെങ്കിൽ ഇത്രത്തോളം പുണ്യമായ ഒരു സ്ഥലത്ത് നിന്നും ഇത്രയും വലിയൊരു അഴിമതി, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കളവിന്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളത് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല എന്നുള്ളതാണ്. ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ശനിയാഴ്ചയായിരുന്നു കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്, കടകംപള്ളിയെയും വി എൻ പ്രശാന്തിനെയും. അതിന് തൊട്ടു മുൻപ് ഈ പറയുന്ന പത്മകുമാറിനെയും, അല്ലെങ്കിൽ വാസുവിനെയും, ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായി N വിജയകുമാറിനെയും ഒക്കെ ഇത്തരത്തിൽ മൊഴിയെടുക്കാൻ വേണ്ടിയും, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്തൊക്കെ തന്നെയും നമ്മളിൽ പലരും അറിഞ്ഞുകൊണ്ട് തന്നെ, മാധ്യമങ്ങൾ അറിഞ്ഞുകൊണ്ട്, ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷെ കടകംപള്ളിയെയും വി എൻ പ്രശാന്തിനെയും എന്തുകൊണ്ട് രഹസ്യമായി ചോദ്യം ചെയ്തു എന്നുള്ളത് സംശയമാണ്. അതിനപ്പുറം ഈ പറയുന്നത് ഒഫീഷ്യലി സ്ഥിരീകരിക്കുന്നതിന് മുൻപ് ലഭിച്ച വാർത്തകളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പോലും ഇത്തരത്തിൽ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ മൊഴിയെടുത്തിരുന്നു എന്നറിയുന്നത്. പിന്നീട് അദ്ദേഹം അത് സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടിരുന്നു. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്ക് അറിയാം, പക്ഷെ തുറന്നങ്ങ് പറയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അറിയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അറിയാമെന്ന് പറയുമ്പോൾ കൂട്ടിച്ചേർത്ത് പറയുന്നത്, ഒരു സ്പോൺസർ എന്ന നിലയിലും അവിടെ സംഭാവനകൾ നൽകുന്ന ഒരു വ്യക്തി ഭക്തൻ എന്ന നിലയിലും എനിക്കറിയാം, അല്ലാത്ത അറിവൊന്നുമില്ല എന്നാണ് പറഞ്ഞതായി നമ്മൾ അറിയുന്നത്. പക്ഷെ കൃത്യമായി അകത്ത് കൊടുത്തിട്ടുള്ള മൊഴി എന്താണ് എന്നതിനെ പറ്റി നമുക്ക് സ്ഥിരീകരണമില്ല, വന്നിട്ടില്ല. അത് ഇപ്പോൾ ഈ പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഈ ദൈവതുല്യൻ ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടാകാം. അതിന്റെ പുറത്തായിരിക്കാം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. പക്ഷെ മാധ്യമങ്ങളുടെ ചോദ്യത്തിനാണ്, ആരാണ് ഈ ദൈവതുല്യൻ, എന്താണ്, വേട്ട നായ്ക്കളല്ല എന്നാണ് ആദ്യം പറയുന്നത്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനാണോ എന്ന് ചോദിക്കുമ്പോൾ ശവന്തീനികളല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ശബരിമലയിലെ സ്വർണം, അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയിട്ട് ഇത്രയും ധാർഷ്ട്യം നിറഞ്ഞ സംസാരം എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തെ ആൾക്കാരിൽ നിന്ന് മാത്രമേ ഇത് കേൾക്കാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പോ ഈ പറയുന്ന ആള്, ഈ പറയുന്ന പത്മകുമാർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വിജയകുമാർ പറയുന്ന ഓരോ വാക്കിലും വിജയകുമാർ പറഞ്ഞിരുന്നു, സഖാവ് പറഞ്ഞു താൻ ഒപ്പിട്ടു എന്ന് പറയുന്നുണ്ട്. ഏതാണ് ഈ സഖാവ്, അല്ലെങ്കിൽ ആരാണ് ഈ സഖാവ് എന്നുള്ളതിന് ഏതാണ്ടൊക്കെ ഉത്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇത് വലിയൊരു തിരിച്ചടി സമ്മാനിക്കുന്നത് CPM-ലെ അതായത് ഈ ഒരു വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഇന്നും കോൺഗ്രസിന്റെ കളികളാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു കൂട്ടം പാവം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവരാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. വേറൊരു കാര്യമുണ്ട് ഹർഷ, ഇപ്പോൾ മാധ്യമ പ്രവർത്തകരാകട്ടെ, മറ്റ് പാർട്ടിയിലെ പ്രവർത്തകരായിക്കോട്ടെ, അതുപോലെ തന്നെ പൊതുജനമായിക്കോട്ടെ, എല്ലാവർക്കും അറിയാം ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ഇടതുപക്ഷത്തിന് പങ്കുണ്ട്, അന്നത്തെ ദേവസ്വം ബോർഡിനും അതുമായിട്ട് ചുക്കാൻ പിടിച്ച എല്ലാവർക്കും പങ്കുണ്ടെന്നറിയാം. പക്ഷെ അത് CPM മാത്രം സമ്മതിക്കില്ല. തോൽവി സമ്മതിക്കാത്ത ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ ഇതും അവർ സമ്മതിക്കുന്നില്ല. അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരു വീഴ്ച പറ്റി തിരുത്താൻ തയ്യാറാണ്, അല്ലെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ ഇട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നൊരു പ്രസ്താവന മതി. അത് ചെയ്യില്ല. അതിനുള്ള ഒരു ആത്മധൈര്യം അവർക്കില്ല എന്നുള്ളതാണ്. അതെ, കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മറുപടി എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസ് അവർ നല്ല രീതിയിൽ ഭയപ്പെടുന്നുണ്ട് എന്നുണ്ട്. അതിനപ്പുറം ഇവർക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും കുറഞ്ഞത് പത്മകുമാറിനെയും വാസുവിനെയും ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അതിനുപോലും ഇവർ തയ്യാറാകുന്നില്ലെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ CPM സംശയനിഴലിൽ നിൽക്കുന്നത്. പുറത്താക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന തലമുതിർന്ന സഖാവ് ദൈവതുല്യനായിരിക്കുന്നത്. ഇപ്പോൾ അവരെ പുറത്താക്കി കഴിഞ്ഞാൽ അത് ആ ദൈവതുല്യൻ ഈക്വൽ ടു
കടകംപള്ളി സുരേന്ദ്രൻ എന്ന് അവർ പറയേണ്ടി വരും. അല്ല, അവിടെ ഒരു സംശയമുണ്ട്. കാരണം ഇതിനു മുൻപ് ഒരു തവണ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പിണറായി വിജയൻ ദൈവത്തെ പോലെയാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഇത്തരത്തിൽ ദൈവതുല്യനാണ്, ഈ പറയുന്ന എല്ലാത്തിനും മുകളിൽ ദൈവതുല്യനാണ് എന്ന് പറയുമ്പോൾ അതിന് പിണറായി ആണോ? അതായത് ഈ ഒരു കളവിൽ പിണറായി നേരിട്ട് വന്നിറങ്ങില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അപ്പോൾ പോലും പത്മകുമാറിനെ പോലെയുള്ളവർക്ക്, അല്ലെങ്കിൽ വാസുവിനെ പോലെയുള്ളവർക്ക്, അല്ലെങ്കിൽ വിജയകുമാറിനെ പോലെയുള്ളവർക്കൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇവരിൽ ഈ പറയുന്ന നേതാക്കന്മാർ മുന്നിൽ നിന്നുകൊണ്ട് ഇവരെ ഊരിക്കൊണ്ടുവരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പറയുന്ന സഖാക്കന്മാരുടെ പേരുകൾ തുറന്നു പറയാതെ, അല്ലെങ്കിൽ SITക്ക് ഒരു പരിമിതിയുണ്ട്. യാഥാർത്ഥ്യം അതാണ്. SITക്ക് ഒരു പരിധി വരെയാണ് ഇത്തരത്തിൽ സർക്കാരിനെ കടന്നാക്രമിക്കാൻ, അല്ലെങ്കിൽ സർക്കാരിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പരിശോധന മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും ഇനി CBI അന്വേഷണം വരണം എന്നുള്ളൊരു ആവശ്യമായി മുന്നോട്ട് വരുന്നത്. കാരണം ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ രഹസ്യ സ്വഭാവത്തോടുകൂടി രഹസ്യമായി ചോദ്യം ചെയ്തപ്പോൾ അതിന് പിന്നിൽ മറ്റാരെയൊക്കെയോ രക്ഷിക്കാനുള്ള SITയുടെ നീക്കത്തെയാണ് കൃത്യമായി വരച്ച് കാണിക്കുന്നത് എന്നുള്ളത്. പിന്നെ നോക്കൂ, കടകംപള്ളി സുരേന്ദ്രൻ ഏറെ അടുപ്പമുള്ള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവായിരുന്നു ഈ പറഞ്ഞ മുൻ അംഗം N വിജയകുമാർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. അദ്ദേഹമാണെങ്കിലും പത്മകുമാറിനെ പൂർണ്ണമായും കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ പത്മകുമാർ പറഞ്ഞതുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. അതിനപ്പുറം ഈ പറയുന്ന വിശ്വാസ സമൂഹത്തെ ആകെ വലിയ ആശങ്കയിലാക്കിയ വൈകാരികമായ വിഷയത്തിൽ പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോ തിരിച്ചടിയായിരിക്കുന്നത്, സംശയ നിഴലിൽ നിൽക്കുന്നത്. കാരണം പാർട്ടിക്ക് വേണ്ടപ്പെട്ട നേതാക്കന്മാരാണ് ഇന്നിപ്പോൾ പ്രതിസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. കടകംപള്ളി വരെ എത്തിയിട്ടുണ്ട്. ഇനി അത് ശരിക്കും പാർട്ടി പ്രതിരോധത്തിലാക്കിയത് ഈ സാധാരണ പ്രവർത്തകരെയാണ്. കാരണം ഇതിന്റെ എല്ലാം നേട്ടം പറ്റിയിട്ടുള്ളത് തലമുതിർന്ന നേതാക്കളാണ്, ദേവസ്വവുമായി ചുറ്റിപ്പറ്റി നിന്ന ഈ മോഷ്ടിച്ച മനുഷ്യരാണ്. പക്ഷെ ഇതിനെല്ലാം പ്രതിരോധിക്കേണ്ട ഒരു പൊതുബാധ്യത ഉണ്ടായിട്ടുള്ളത് CPM പ്രവർത്തകർക്കാണ്. നമുക്ക് തന്നെ അറിയാം, നേരിട്ടറിയുന്ന CPM പ്രവർത്തകർ ഇത് എങ്ങനെയെങ്കിലും പ്രതിരോധിച്ചേ തീരൂ എന്നുള്ളൊരു ഒരു അവസ്ഥയിലേക്ക് എത്തിയതവർ തന്നെയാണ്. അവരത് പറയുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് CPMകാരായി പോയില്ലേ, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രതിരോധിച്ചല്ലേ പറ്റുള്ളൂ, അത് വേറെ നിവർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ ഇതിലൊന്നും പങ്കില്ലാത്ത, ഇതിനെയൊക്കെ പങ്കുപറ്റാത്ത ചില പാവം പിടിച്ച കമ്മ്യൂണിസ്റ്റുകാർ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്രത്തോളം ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അവരാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്, നമ്മളത് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇപ്പോ ഈ കോൺഗ്രസിന് നേരെ ഒരു സമയത്ത് വിരൽ ചൂണ്ടിയപ്പോൾ ഈ CPM പ്രവർത്തകർ, അല്ലെങ്കിൽ CPMനെ വിശ്വസിച്ചിരുന്ന സാധാരണപ്പെട്ട ജനങ്ങളിൽ പലരും അത് കോൺഗ്രസിന്റെ കളികളാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത്തരത്തിൽ പറയുന്ന ആളുകളുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ശബരിമല വിഷയം കോൺഗ്രസിന് പ്രതികൂലമാകുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു കൂട്ടം പൊതുജനങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം അവർക്ക് അറിയാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ വരുന്ന ക്യാപ്സ്യൂളുകൾ മാത്രം വിശ്വസിച്ച് പോകുന്നത് കൊണ്ടോ അറിയില്ല എന്തുകൊണ്ടാണ് എന്നുള്ളത്. പക്ഷെ യാഥാർത്ഥ്യം ഇതാണ്, CPMന്റെ നേതാക്കന്മാരെയാണ് പിടിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് അനുഭാവിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമയത്ത് അദ്ദേഹം കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂടെ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് പൂർണ്ണമായും ഇത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാൻ സാധിക്കില്ല. കോൺഗ്രസിന് ഇതിന് പങ്കില്ല എന്ന് പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. പക്ഷേ 100%-ൽ 10% കോൺഗ്രസും ബാക്കി 90% CPMന്റെ മുതിർന്ന നേതാക്കന്മാരുമാണ് ഇതിൽ എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വരും സമയങ്ങളിൽ കൂടുതൽ അപ്ഡേഷൻസ് വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്.